പ്രിയപ്പെട്ടവരെ, ഞാൻ അനീഫ കട്ടുപ്പാറ. നമ്മുടെ ചിന്ത ഡ്യൂട്ടി ഫ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സ്നേഹാദരങ്ങളോടെ സ്വാഗതം. നമ്മൾ ഇന്നത്തെ വർത്തമാന അന്തരീക്ഷം, നമ്മൾ ഗൾഫ് യുദ്ധ ഭീഷണിയിലാണ് എല്ലാവരും പറയുന്നൊരു കാര്യമാണ് ഇറാന്. ഞാൻ നിങ്ങളെ ചിന്ത കൊണ്ടുപോകുന്നത് ഏകദേശം 10-20 വർഷം, 2 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു ധീര ഒരു രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരിയെ കുറിച്ചാണ്. നിങ്ങൾ കാണുന്നുണ്ട് വീഡിയോ. പേര് പോലെ തന്നെ സദ്ദാം ഹുസൈൻ. ആ ധീരത എന്നും മരണം വരെയും മരിക്കുന്ന സമയത്തും ധീരത നിലനിർത്തി, ഇസ്ലാമിൻ്റെ ആദർശം നിലനിർത്തി, ഇസ്ലാമിൻ്റെ അവലംബമായ ഖുർആൻ കയ്യിൽ പിടിച്ച് അധികാരികളുടെ മുന്നിൽ ഒരിത്തിരി പോലും തലകുനിക്കാതെ ധീരമരണം എന്ന് പറയുന്നത് ആ കൊലക്കാർ കൈത്തിൽ വീഴുമ്പോഴും ജീവൻ പൊലിയുമ്പോഴും പകരാത്തൊരു ധീര പേരാണ് സദ്ദാം ഹുസൈൻ. ഏകദേശം 10-20 വർഷം. ഇന്നത്തെ കൗമാരപ്രായക്കാർ കാണാത്തൊരു ആണ്, പക്ഷേ ഇന്നും അവരുടെ പേര് കേൾക്കും. ഏകദേശം 20 വർഷം തികയുകയാണ് ഈ ദുൽഖഅദയിൽ. ഈ സമയത്ത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് സദ്ദാം ഹുസൈൻ. അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ കാര്യങ്ങളും രാഷ്ട്രത്തിനെ, ഒരു ജനതയെ മൊത്തം നയിച്ചിരുന്ന ഒരു നേതാവ്, നേതൃത്വം, ഒരു ഭരണാധികാരി, ഒരു പ്രസിഡന്റ്, ആ നാട്ടിൽ തന്നെ മറ്റൊരു ഭരണകൂടത്തിൻ്റെ വിധിക്ക്, അന്യായമായ വിധിക്ക് ആ കൊലക്കാർ കൈത്തിൽ വീഴുന്ന വളരെ ദയനീയമായ രംഗങ്ങൾ കണ്ടവരാണ് ലോകം. മറക്കരുത് നാം, വിസ്മരിക്കരുത് നാം. സദ്ദാം ഹുസൈൻ 69 വയസ്സ്. ഈ 69 വയസ്സിലും നല്ല ചുറുചുറുക്കുള്ള, ചോരത്തുടിപ്പുള്ള, നല്ല വീതിയുള്ള ബോഡിയുള്ള ഒരു മനുഷ്യൻ ജീവൻ പൊലിയുമ്പോഴും പതറാതെ എന്നല്ല, ആരുടെയും കാൽ പിടിക്കാതെ, തലകുനിക്കാതെ ധീരനായിക്കൊണ്ട് തന്നെ കൊലക്കയറിൽ തൂങ്ങി നിന്ന് ലോകത്തോടുകൂടെ പറഞ്ഞ സദ്ദാം ഹുസൈൻ എന്തൊക്കെയോ കിരാത നിയമങ്ങൾ, എന്തൊക്കെയോ ഗൂഢ തന്ത്രങ്ങളായിരുന്നു. മറക്കരുത് നാം, വിസ്മരിക്കരുത് നാം. ഏകദേശം 20 വർഷം തികയാണ് ദുൽഖഅദയിൽ. ഈ പുതുകൗമാര തലമുറക്ക് അറിയില്ല, കേൾക്കുന്നുണ്ടെങ്കിലും കാണാത്തവരാണ്. അതിനു മുമ്പുള്ളവർ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളും അദ്ദേഹത്തിൻ്റെ ഭരണ സംവിധാനങ്ങളും ലൈവായിട്ട് TV-യിലൂടെ കണ്ടവരായിരുന്നു നാം. വളരെ ദയനീയമായിട്ട് നമ്മുടെ ചിന്താ ചാനലിലൂടെ ചിന്തിക്കാൻ വേണ്ടി എന്ന് ഓർമ്മിപ്പിക്കുകയാണ് എല്ലാവർക്കും. സദ്ദാം ഹുസൈൻ നാം വിസ്മരിക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തലോടെ നമ്മുടെ ചിന്ത ഡ്യൂട്ടി ഫ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, ഗുഡ് ബൈ. അനീഫ കട്ടുപ്പാറ.